മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമവും 68ാം സ്വാതന്ത്ര്യ ദിന ആശംസകളും. ഭാരതം എന്ന രാഷ്ട്രം സ്വാതന്ത്ര്യമായിട്ട് 68 വർഷങ്ങൾ പിന്നിടുന്നു. ഇന്ന് ഭാരതം പഴയ രീതികളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ വഴികളിലൂടെ നടന്നു പോകുന്നു. ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തില് വളരെയേറെ നന്മകളും കുറെ തിന്മകളുമായിട്ട് നാം 125 കോടി ജനത ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തില് ജീവിക്കുന്നു. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഏത് രീതിയിലുള്ള ജോലി സ്വീകരിക്കാനും തിരസ്കരിക്കാനും ഏത് തരത്തിലുള്ള വീക്ഷണങ്ങൾ വെച്ച് പുലർത്താനും മതമോ രാഷ്ട്രീയ ചിന്താധാരകളോ നിലനിർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദാരിദ്ര്യവുമുണ്ട്. കുറേയേറെ കൈക്കൂലിയും അഴിമതിയും സ്വജനപക്ഷപാതവും അതേപോലെ തന്നെ നന്മ നിറഞ്ഞ ചിന്താധാരകൾ വെച്ച് പുലർത്താനുള്ള സ്വാതന്ത്ര്യവും അവനവനിഷ്ടമുള്ളത് സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രം മറ്റുള്ളവന് വേദനയുണ്ടാകാത്ത വിധത്തിൽ അവനവനിഷ്ടം പോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രം കഴിഞ്ഞ 10,000 വർഷമായി ഈ ഭൂമുഖത്ത് ഇതേപോലെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റെല്ലാ സംസ്കാരങ്ങളും ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി എന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പ്രഭാഷണങ്ങളിൽ സൂചിപ്പിക്കാറുണ്ട്. ഇന്ന് ഗ്രീക്ക് സംസ്കാരമില്ല, മെസോപ്പൊട്ടേമിയൻ സംസ്കാരമില്ല, ബാബിലോണിയൻ സംസ്കാരമില്ല, ഈജിപ്ഷ്യൻ സംസ്കാരമില്ല, റോമാ സംസ്കാരമില്ല. ഒരൽപ്പം തിരിച്ചുവരവിൻ്റെ വഴിയിലാണെങ്കിലും ചൈനീസ് സംസ്കാരം ഏതാണ്ട് പൂർണ്ണമായും അസ്തമിച്ച മട്ടിലായിരുന്നു. എങ്കിലും ഭാരതീയ ബുദ്ധമതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നീരുറവയിൽ നിന്ന് ദാഹജലമെടുക്കുന്ന ചൈനീസ് സംസ്കാരം കുറെയെല്ലാം തിരിച്ചുവരവിൻ്റെ പന്ഥാവിലാണ്. അതും ഭാരതത്തിൽ നിന്ന് ചൈതന്യമെടുത്ത ഒരു രാഷ്ട്രമായതുകൊണ്ട് ഭാരതീയ സംസ്കാരം ഇന്നും ചൈതന്യവത്തായി നിലനിൽക്കുന്നു. നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, നമ്മളുടെ ഗ്രന്ഥങ്ങൾ, ഈ നാട്ടിൽ നിലനിന്ന കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ, ദർശനങ്ങൾ, വീക്ഷണങ്ങൾ എല്ലാം ഇന്ന് ചൈതന്യവത്തായി നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 68ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നു. അതിനു മുമ്പും ഭാരതമുണ്ടായിരുന്നു. ഭാരതീയർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഭാരതം ഒരു രാജനൈതിക പൊളിറ്റിക്കൽ രാജ്യമല്ല. ഭാരതം ഒരു ധാർമ്മിക രാജ്യമായിരുന്നു. സാംസ്കാരിക അടിത്തറയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രം. രാജനൈതിക അടിത്തറയിൽ ഉയർത്തിക്കൊണ്ടുവന്ന സംസ്കാരങ്ങളെല്ലാമാണ് രാജാവ് പോയപ്പോഴും ഭരണം മാറിയപ്പോഴും ഇടിഞ്ഞു വീണത്.
ഇവിടെ രാജാവ് മാറിയാലും ഭരണം മാറിയാലും പോർച്ചുഗീസുകാർ ഭരിച്ചാലും ഡച്ചുകാർ ഭരിച്ചാലും ഇംഗ്ലീഷുകാർ ഭരിച്ചാലും ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു സ്ത്രീ ഭരിച്ചാലും ഇന്ത്യക്കകത്തുള്ളവർ ഭരിച്ചാലും ഈ നാട് ഭരണാടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത ശൈലിയല്ല, സംസ്കാരാടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത ശൈലിയായതുകൊണ്ട് ആ ഭൗതിക മാറ്റങ്ങളൊന്നും നമ്മളുടെ ആന്തരികമായ ചിന്താധാരകളെ മാറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ 68ാം വാർഷികം സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ പുറകോട്ട് തിരിഞ്ഞൊന്ന് നോക്കണം. അതേപോലെ നമ്മൾ ഇപ്പോഴത്തെ ഭാരതത്തെയും ഓർമ്മിക്കണം, ചിന്തിക്കണം. ഇനി വരാൻ പോകുന്ന ഭാരതത്തെയും കുറിച്ച് ചിന്തിക്കണം. ഇന്ന് അല്ലെങ്കിൽ ഇന്ന് മുതൽക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും കുടുംബപരമായിട്ട് നമ്മൾ സനാതന ധർമ്മ സാംസ്കാരിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലും നമ്മൾ സമൂഹത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ ചിന്തിക്കണം. വ്യക്തിപരമായും കുടുംബപരമായും നമ്മുടെ ധർമ്മപരമായും സമൂഹപരമായും രാഷ്ട്രപരമായും ചിന്തിക്കാനുള്ള ആ പന്താവിന് ആരംഭം കുറിക്കേണ്ട ഒരു ദിവസമായിട്ട് ഇന്ന് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇന്നലത്തെ നന്മകളെല്ലാം നിലനിർത്താൻ ഇന്ന് നമുക്ക് സാധിക്കും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന തിന്മകളെല്ലാം ഒന്നുകിൽ ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ നമുക്ക് സാധിക്കും. ഭാരതത്തിൻ്റെ പാസ്റ്റ് ഗ്ലോറിയസ് പാസ്റ്റാണ്, വളരെ ചൈതന്യവത്തായ ഒരു പാസ്റ്റാണ്. അർണോൾഡ് ടോയൻബി പറഞ്ഞതുപോലെ എല്ലാ ചിന്താധാരകളും ഒരു ചക്രവാളത്തിൻ്റെ കീഴിലുള്ള രാഷ്ട്രം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതത്തെ മാത്രമായിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുകയുണ്ടായി, നമ്മൾ മരവുരിയും ഇലയും ഉപയോഗിച്ച് നാണം മറച്ച് നടന്നിരുന്നൊരു കാലത്ത് പരിപൂർണ സമ്പന്നതയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയ ഒരു രാഷ്ട്രമായിരുന്നു ഭാരതം. നമുക്ക് എഴുതാനും എണ്ണാനും അളക്കാനും ഉള്ള പാഠം പഠിപ്പിച്ച ആ രാഷ്ട്രത്തിൻ്റെ മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ രാഷ്ട്രം ലോകത്തിലെ ആരെയും സൈന്യശക്തി കൊണ്ട് കീഴടക്കിയിട്ടില്ല എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുകയുണ്ടായി. ആ രാഷ്ട്രത്തിലേക്ക് കയറി വന്ന ഒന്നിനെയും തിരിച്ചു പോകാനും അനുവദിച്ചിട്ടില്ല. We never invaded any other country using our military force and we never allowed the invaders to go back എന്ന് പറയുകയുണ്ടായി. ഡോക്ടർ APJ അബ്ദുൽ കലാം അത് പറഞ്ഞത് അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നമ്മൾ അറിയാതെ പറയാറുണ്ട്, തെറ്റായിട്ട് പറയാറുണ്ട്. ആ അലക്സാണ്ടറുടെ അമ്മ അലക്സാണ്ടറോട് പറഞ്ഞപ്പോൾ ആ ഉദ്ധരണിയുടെ ചൈതന്യം, അലക്സാണ്ടർ ഭാരതത്തെ ആക്രമിക്കാൻ പോകുന്ന വേളയിൽ അമ്മയുടെ അനുഗ്രഹം മേടിച്ച സമയത്ത് അലക്സാണ്ടറുടെ അമ്മ പറഞ്ഞതാണ്, ആ രാജ്യം ലോകത്തിലെ ഒരു രാജ്യത്തെയും മിലിറ്ററിയുടെ ശക്തി കൊണ്ട് കീഴടക്കിയിട്ടില്ല, ആ രാജ്യത്തിലേക്ക് കയറിയ ആരെയും തിരിച്ചു പോകാൻ അനുവദിച്ചിട്ടുമില്ല എന്ന അലക്സാണ്ടറുടെ അമ്മയുടെ വരികളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത്. അപ്പോൾ ഇന്നു മുതൽക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ പൂർവ്വകാല വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കണം, പഠിക്കണം, പഠിപ്പിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അതേപോലെ തന്നെ പ്രചരിപ്പിക്കണം. അതിനെതിരെ ഏത് കൊലകൊമ്പൻ ബുദ്ധിജീവി എന്തു പറഞ്ഞാലും പ്രതികരിക്കാനും അറിയണം. മതേതരത്വത്തിൻ്റെയോ അല്ലെങ്കിൽ വികലമായ മതേതരത്വത്തിൻ്റെയോ പേരിൽ മരിക്കുന്നത് വരെ അധികാരത്തിൽ തുടരാനും വോട്ട് കിട്ടാനും അതിലൂടെ അധികാരം നിലനിർത്തി സമ്പത്തുണ്ടാക്കാനും വേണ്ടി ശ്രമിക്കുന്നവര് ഭാരതത്തിനും ഭാരതീയ സംസ്കാരത്തിനും എതിരെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്ത വിധത്തിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പ്രതികരിക്കാനുള്ളൊരു ചങ്കൂറ്റം നമുക്കുണ്ടാവണം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഭീരു ഒരിക്കലും ഒരു രാഷ്ട്രത്തിന് ഭൂഷണമല്ല, ധീരൻ ഒരു രാഷ്ട്രത്തിൻ്റെ എല്ലാമാണ്.
അതുതന്നെയാണ് സാധാരണ രീതിയിൽ ബെർണാഡ് ഷോ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു വരിയുണ്ട്, വീരു പല പ്രാവശ്യം മരിക്കുന്നു, ധീരൻ ഒരു പ്രാവശ്യമേ മരിക്കുന്നുള്ളൂ. പല ഇംഗ്ലീഷ് എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട്, ഭാരതം എന്നും അത് പറഞ്ഞിരുന്നു. ആ ഭാരതത്തിൻ്റെ പൂർവ്വകാല വൈഭവങ്ങളിൽ ഏതെല്ലാം വിഷയങ്ങളിലാണോ നമുക്ക് താല്പര്യമുള്ളത് ആ വിഷയങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഗണിതമുണ്ടായിരുന്നു, ഇവിടെ ജ്യോതിശാസ്ത്രമുണ്ട്, ഇവിടെ സംഗീതമുണ്ട്, ഇവിടെ ആയുർവേദമുണ്ട്, ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഈ നാട്ടില് ഇല്ലാത്തതായിട്ടുള്ളതൊന്നുമില്ല. ഭാഷാശാസ്ത്രമുണ്ട്, ദർശനമുണ്ട്. ഇവിടെ ഈ നാട്ടില് ലോകത്തില് ഏത് രാജ്യങ്ങളിലുള്ള അറിവുകളും ഒരുമിച്ച് ചേർത്താലും ആ അറിവുകളുടെ എല്ലാം ഇന്നത്തെ അത്യന്താധുനിക അവസ്ഥയുടെ നിലവാരത്തിലില്ലെങ്കിൽ പോലും ഇവിടെ അതെല്ലാം ഉണ്ട്. ലോകതന്ത്രമുണ്ട്, ഇവിടെ ബോട്ടണി ഉണ്ടായിരുന്നു, ഇവിടെ സുവോളജി ഉണ്ടായിരുന്നു, ഇവിടെ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, ഇവിടെ വേദങ്ങളുണ്ട്, ഇവിടെ ആരാധനാക്രമങ്ങളുണ്ടായിരുന്നു, തത്വശാസ്ത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഭാഷാശാസ്ത്രം ഇവിടെ ഉണ്ടായിരുന്നു, ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു, കഥകളുണ്ടായിരുന്നു, ഉപദേശങ്ങളുണ്ടായിരുന്നു, ഇതിഹാസങ്ങളുടെ ചരിത്ര ഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ദർശനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഉണ്ടായിരുന്നത് ഒരു പുസ്തകമല്ല, നമുക്കിവിടെ ഉണ്ടായിരുന്നത് ഒരു ആചാര്യനല്ല, നമുക്കിവിടെ എഴുതിയ പുസ്തകങ്ങൾ ഒരു കാലഘട്ടത്തിൽ എഴുതിയതല്ല, നമുക്കിവിടെ എഴുതിയ പുസ്തകങ്ങൾ ഒരു വിഷയത്തിലുള്ളതല്ല. ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളായി ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി നമ്മളുടെ അടുത്ത് പറഞ്ഞു ഇത് അവസാനത്തേതല്ല, ഇനിയുമുണ്ടെന്ന് പറഞ്ഞ ഭാരതത്തിൻ്റെ പൂർവ്വകാല വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും ഈശ്വരവിശ്വാസിയായാലും നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും ഇന്നലെ വരെ അപ്രകാരം ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നു മുതൽക്ക് ചെയ്യാനുള്ള 68ാം സ്വാതന്ത്ര്യ ദിനത്തിന് ആ ധന്യമായ ആരംഭം കുറിക്കട്ടെ എന്ന് ഞാൻ പൂർവ്വകാല വൈഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു. അതേപോലെ ഭാരതത്തിൻ്റെ വർത്തമാനകാല വൈഭവം കുറേ കാലമായി 10-68 വർഷമായി ഭാരതം ഭരിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായും ഒരു കുടുംബത്തിലെ ആൾക്കാരാണ്. ഭാരതം ജനാധിപത്യ രാഷ്ട്രമാണ്. ഇംഗ്ലണ്ട് പോലെ തലമുറകളിൽ നിന്ന് തലമുറകളിൽ രാജ്യാധികാരം കൈമാറുന്ന ഒരു രാഷ്ട്രമല്ല ഭാരതം ഇന്ന്. അതുകൊണ്ട് തന്നെ ഭാരത ജനത ഒരു കുടുംബത്തെ തൂത്തെറിഞ്ഞ് സമുജ്വലമായി വേറൊരെണ്ണത്തിനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തിരിച്ചു കൊണ്ടുവരപ്പെട്ടവരും ഓർമ്മിക്കണം, അതുപോലെ കൊണ്ടുവരാൻ കാരണമായ ജനങ്ങളും ഓർമ്മിക്കണം. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ മാത്രം വിചാരിച്ചാൽ ഒരു രാഷ്ട്രത്തെ ധന്യമാക്കാൻ സാധിക്കില്ല. അവർക്ക് നേതൃത്വം നൽകാൻ സാധിക്കും, അവർക്ക് നന്മകൾ ഇതെല്ലാമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരു പക്ഷേ അവർക്കും സ്വാർത്ഥതയുണ്ടാവും, അവർക്കും തെറ്റുപറ്റും, അവർക്കും അബദ്ധം പറ്റും, അവരുടെ വഴികളും 100% ശരിയാവണമെന്നില്ല. എങ്കിലും ഇന്നത്തെ ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കാം. ആര് ഭരിക്കട്ടെ, ആര് ഭരിക്കപ്പെടട്ടെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹത്വം ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തിൻ്റെ മുമ്പിൽ ഉറച്ച ശക്തിയായി എല്ലാ അയൽവക്കത്തുകാരുമായിട്ട് നല്ല റിലേഷൻ വെച്ച് പുലർത്തുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക ആത്മീയ ഭൗതിക ചിന്താപരമായ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമായി മാറണം ഭാരതം. ഭാരതത്തിന് മാത്രമേ ഇത്രയും സമുജ്വലമായ ഒരു ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ആ അതിഗഹനമായ ആത്മീയതയും അതിഗഹനമായ ശാസ്ത്ര സാങ്കേതികയും ഒരുമിച്ച് ചേർത്ത് മുമ്പോട്ട് പോകാൻ നമ്മുടെ വീടുകളിൽ നമുക്ക് സാധിക്കണം, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സാധിക്കണം, നമ്മുടെ ധർമ്മത്തിൽ നമുക്ക് സാധിക്കണം, നമ്മുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് സാധിക്കണം, നമ്മുടെ രാഷ്ട്രത്തിൽ നമുക്ക് സാധിക്കണം. ഈ ഇന്റഗ്രേഷൻ ഓഫ് ദ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ക്യാൻ ബി ഡൺ ഓൺലി ബൈ ഇന്ത്യൻസ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ദ സയൻസ് വിതൗട്ട് റിലീജിയൻ ഈസ് ബ്ലൈൻഡ് ആൻഡ് റിലീജിയൻ വിതൗട്ട് സയൻസ് ഈസ് ലെയിം. അതുകൊണ്ട് ഓർമ്മിക്കുക, ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മുക്ഷ്യതേ അശുഭാത്. ആത്മീയത പോലും ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞ ഭഗവത്ഗീത എഴുതിയ 51 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈ ഭാരതം ഇന്ന് 68ാം ജന്മവാർഷികം ആചരിക്കുമ്പോൾ ഇന്നത്തെ ഭാരതത്തിൻ്റെ മഹത്വം, ഇന്നത്തെ ഭാരതത്തിൽ നിലനിൽക്കുന്ന നന്മകൾ, ഇന്നത്തെ ഭാരതത്തിൽ നിലനിൽക്കുന്ന തിന്മകൾ, ഇന്നത്തെ ഭാരതത്തിലെ വാശിയും പകയും വിദ്വേഷവും അനവധി രാഷ്ട്രീയ പാർട്ടികളും അനവധി വിധത്തിലുള്ള അഴിമതി കഥകളും എല്ലാം വരുമ്പോഴും ഓർമ്മിക്കണം. ഇതിനെല്ലാം കാരണം ഇവിടുത്തെ ചില വ്യക്തികളാണ്.
എല്ലാ നന്മകൾക്കും കാരണം ചില വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ട സംഘടനകളുമാണ്. എല്ലാ തിന്മകൾക്കും കാരണം ഇവിടുത്തെ ചില വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ട സംഘടനകളുമാണ്. ഈ രാഷ്ട്രം, ഈ ചൈതന്യവത്തായ ഭാരതം എന്ന രാഷ്ട്രം അഴിമതിക്ക് കൂട്ടുനിന്നിട്ടില്ല, എന്നും നന്മയ്ക്ക് മാത്രമേ കൂട്ടുനിന്നിട്ടുള്ളൂ എന്ന് ഓർമ്മിക്കാം. നമ്മളിൽ നിന്ന് തിന്മകൾ ഉണ്ടാവാതിരിക്കാൻ, നമ്മളുടെ സംഘടനകളിൽ നിന്ന് തിന്മകൾ ഉണ്ടാവാതിരിക്കാൻ, നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് തിന്മകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ഇന്നത്തെ ഭാരതത്തെ ധന്യമാക്കാൻ ആര് ഭരിക്കട്ടെ, ആര് ഭരിക്കപ്പെടട്ടെ, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 68ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇന്നത്തെ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കാനും സാധിക്കുന്നിടത്തോളം നന്മകൾ നമുക്ക് ചെയ്യാനും സാധിക്കണം. നാളത്തെ ഭാരതം അനവധി കാലം നിലനിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു 10,000 വർഷം നിലനിന്നിരുന്ന ഈ രാഷ്ട്രം ഇനിയും ഒരു 10,000 വർഷം നിലനിൽക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ രാഷ്ട്രത്തിൽ തിന്മകൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ ലോകത്തിലെ ഒരു രാഷ്ട്രത്തിലും സാധിക്കാത്തതുപോലെ നമ്മുടെ രാഷ്ട്രത്തിലും സാധിക്കില്ല. എങ്കിലും കഴിയുന്നത്രയും തിന്മകൾ കുറയ്ക്കാൻ, കഴിയുന്നത്രയും അഴിമതികൾ കുറയ്ക്കാൻ, കഴിയുന്നത്രയും രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും അകത്തളങ്ങളിലേക്ക് തിന്മകൾ ഇറങ്ങിച്ചെല്ലുന്നത് ഒഴിവാക്കാൻ, എൻ്റെ കാര്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബം, എനിക്ക് ആവശ്യമുള്ളത്, എൻ്റെ പേര്, എൻ്റെ പ്രസിദ്ധി എന്ന് പറഞ്ഞു മാത്രം ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ചവര് യഥാർത്ഥത്തിൽ അവഹേളിതരാകുന്നത് ഓരോ നിമിഷവും നമ്മൾ കണ്ടിട്ടും അതിൽ നിന്ന് പാഠം പഠിക്കാൻ നമ്മൾ എവിടെയോ വിരസത കാണിക്കുന്നു. പക്ഷേ ആ ഭാരതത്തിൽ, ഇന്നത്തെ ഭാരതത്തിലും ഇന്നലത്തെ ഭാരതത്തിൽ നിന്നും നന്മ നിറഞ്ഞ പാഠങ്ങൾ പഠിച്ച് നന്മ നിറഞ്ഞ നാളത്തേക്ക് വേണ്ടി, തിന്മകൾ കുറഞ്ഞ നാളത്തേക്ക് വേണ്ടി പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് പ്രചരിപ്പിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മുടെ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് എതിരെ അവനവന് സാധിക്കുന്ന രീതിയിൽ പ്രതികരിക്കാനും നിങ്ങൾക്കും എനിക്കും സാധിച്ചില്ല എങ്കിൽ സ്വാതന്ത്ര്യം വ്യർത്ഥമാവും. സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരുന്ന കാലത്ത് സ്വാമി വിവേകാനന്ദനോട് ശിഷ്യന്മാരും അനവധി വ്യക്തികളും ചോദിച്ചു, സ്വാമി എന്തുകൊണ്ട് ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നില്ല എന്ന്. സ്വാമി വിവേകാനന്ദൻ അന്ന് പറഞ്ഞത്, ആദ്യം സ്വതന്ത്ര രാഷ്ട്രമായി തീരാനുള്ള പക്വത ഭാരതത്തിന് വരട്ടെ, അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നുള്ളതാണ്. ഏത് ദാനം കൊടുക്കാൻ കഴിവുള്ളവനും ഏത് ദാനം സ്വീകരിക്കാൻ കഴിവുള്ളവനും മാത്രമേ കൊടുക്കാവൂ. സ്വീകരിക്കാൻ യോഗ്യതയുള്ളവനെ കൊടുക്കാനുള്ളത് കൊടുക്കാവൂ. അതുകൊണ്ട് ഭാരതം ഇന്ന് കുറേയേറെ പക്വമായിട്ടുണ്ട്. അത്ഭുതകരമായ വസ്തുത, ഇന്നലെ രാജ്യസഭയിൽ അനവധി ബില്ലുകൾ, ഭാരതത്തിൻ്റെ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിന്റെ ബില്ലുകൾ പൂർണ്ണമായും ശാന്തമായിട്ട് അതെല്ലാം പാസ്സാക്കുന്ന കാഴ്ച കാണേണ്ടായി. ശരിക്ക് രാജ്യസഭയിലെ ചെയർമാൻ പല പ്രാവശ്യം ചിരിക്കുന്നത് കണ്ടു. സെക്കൻഡുകൾ കൊണ്ട് എല്ലാം പാസ്സാക്കുന്ന ഒരു കാഴ്ച കണ്ടു. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി 187 187 പേരുടെ സഹകരണത്തോടുകൂടി അനവധി അമെൻഡ്മെന്റുകൾ ശാന്തമായിട്ട് രാജ്യസഭ പാസാക്കിയ ആ കാഴ്ച കണ്ടപ്പോൾ സത്യത്തിൽ ആത്മസംതൃപ്തിയാണ് തോന്നിയത്, സന്തോഷം തോന്നി. ഏത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഈ രാഷ്ട്രത്തിന്റെ ഭരണപക്ഷമാണ്. ലോകത്തിൽ ആരും പ്രതിപക്ഷമായിട്ട് ജനിക്കുന്നുമില്ല, ഭരണപക്ഷമായിട്ട് ജനിക്കുന്നുമില്ല. ആരെയെല്ലാം ലോകസഭയിലേക്കോ രാജ്യസഭയിലേക്കോ ഭരണാധികാരികളായിട്ടോ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം അങ്ങോട്ട് അയക്കുന്നത് വേണ്ടതിനും വേണ്ടാത്തതിനും എതിർക്കാനല്ല. അവരെ എല്ലാം അങ്ങോട്ട് അയക്കുന്നത് ഭാരതത്തിലെ 125 കോടി ജനതയെ ഭരിക്കാനുള്ള മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ്. അവർ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇന്നലെ രാജ്യസഭയിലെ കാഴ്ച ആത്മാഭിമാനം തോന്നുന്നതായിരുന്നു. മാത്രമല്ല 10-15 ശക്തരായ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാക്കളെ കൊണ്ട് 2020 ആണ്ടില് ഭാരതം എവിടെ എത്തണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാനുള്ള ഒരു നല്ല കമ്മിറ്റിയെ ഉണ്ടാക്കി ഭാരതം മുമ്പോട്ട് പോകുന്നു. എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ടും നമ്മുടെ അവകാശങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യവും അടിയറ വയ്ക്കാതെയും
ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ശബ്ദമായി തീരാൻ നാളത്തെ ഭാരതത്തിന് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ഭാരതത്തിന് സാധിക്കണമെങ്കിൽ ഭാരതീയർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കണം, ഞാൻ ഭാരതീയനാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്. ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിൽ ആ 100 ജന്മവും പരമപവിത്രമായ ഭാരതത്തിൻ്റെ മകനായി ഭാരതത്തിൻ്റെ മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടണമേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു പരമ്പര കാലഘട്ടത്തിൻ്റെ ആരംഭമാവട്ടെ ഇന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാരതം, എൻ്റെ രാഷ്ട്രം, എൻ്റെ സംസ്കാരം, എൻ്റെ മൂല്യങ്ങൾ, എൻ്റേതായ നന്മകൾ അതെല്ലാം നമ്മുടെ എല്ലാവരുടേതുമാണ്. ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റേതുമാണ്. ഭാരതത്തിൻ്റെ പൈതൃകം ഭാരതത്തിലെ 125 കോടി ജനതയുടേതുമാണ്. ഓർമ്മിക്കാം, ഇവിടുത്തെ നന്മകളും അവരുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്, ഇവിടെയുള്ള തിന്മകളും നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ആ തിന്മകളില്ലാതെയാക്കാൻ നന്മകളുടെ അവകാശികൾ തന്നെ മുമ്പോട്ട് വന്ന് തിന്മകൾ കുറച്ച് കൊണ്ടുവരാനുള്ള പ്രാർത്ഥന വേദത്തിലുണ്ട്. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. ഈ പ്രാർത്ഥനയിലൂടെ വ്യക്തിപരമായിട്ട് നമുക്ക് നന്മയിലേക്ക് പോകാം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാം, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് പോകാം. കുടുംബപരമായും ധർമ്മപരമായും സമൂഹപരമായും രാഷ്ട്രപരമായും നമുക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും പോകാൻ ഭാരതമാതാവ് നമ്മുടെ മദർലാൻഡ്, നമ്മുടെ രാഷ്ട്രം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പൂർവിക ഋഷിവര്യന്മാര്, നമ്മുടെ പൈതൃകം നമുക്ക് കൈമാറിയ ആ ജ്ഞാനികൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗ്രന്ഥങ്ങളും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും രചിച്ച് നമ്മളുടെ മുമ്പിൽ സ്വതന്ത്രമായ ചിന്തയോടുകൂടി സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ പറഞ്ഞ ആ ഋഷീശ്വരന്മാർ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 68ാം വാർഷികം ആഘോഷിക്കുന്ന ഉത്സവം പോലെ മനസ്സിൽ ആഹ്ലാദിക്കുന്ന ഈ ദിവസം നമുക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.